സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി കടുത്ത പ്രതിസന്ധിയിലേക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവാണ് പദ്ധതിക്ക് തിരിച്ചടിയാകുന്നത്. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നുണ്ട്. വീണ, അല്ലെങ്കിൽ തന്നെ ഉച്ചഭക്ഷണ പദ്ധതി ഈ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ തലയിലാണ്. കൂടുതലും അവരുടെ ശമ്പളത്തിൽ നിന്ന് വിഹിതമെടുത്തോ അവർ വളരെ കഷ്ടപ്പെട്ടോ ഒക്കെയാണ് സ്വർണം പണയം വെച്ച് കുഞ്ഞുങ്ങളെ ഊട്ടുന്ന എനിക്ക് കൃത്യമായത് അറിയാവുന്നതാണ്. അധ്യാപകരുടെ തലയിലാണ് പലപ്പോഴും ഈ എല്ലാ സ്കൂളുകളിലും ഒരു അധ്യാപികയ്ക്കോ ഒരു അധ്യാപകനോ ഒരു ചുമതലയുണ്ടാകും. പ്രധാന അധ്യാപകന് വലിയ ചുമതലയാണ് ഇക്കാര്യത്തിൽ. വളരെ പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. പലപ്പോഴും അധ്യാപകർ ഒരുമിച്ചൊക്കെ പണമിട്ടൊക്കെയാണ് ഇത് പലയിടത്തും നടത്തി വരുന്നത്. എന്താണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് സംഭവിക്കുന്നത്? കൃഷ്ണരാജ് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പല സ്കൂളുകളിലും പ്രഥമ അധ്യാപകനും ഒപ്പം തന്നെ മറ്റ് അധ്യാപകരുടെയും തലയിൽ തന്നെയാണ് ഈ ഉച്ചഭക്ഷണ പദ്ധതിയും ഒപ്പം തന്നെ അധിക പോഷകാഹാര പദ്ധതി നടത്തിപ്പ് ചുമതല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു അടുത്ത കാലത്ത് ഉണ്ടായ വില വർധനവ്, അതായത് പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളിലടക്കം വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷണ സാധനങ്ങളിൽ ഉണ്ടായ ഈ അടിക്കടിക്കുള്ള വിലക്കയറ്റമാണ് വലിയ തരത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്, അത് താറുമാറാക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി സെക്ഷനുകളിലാണ് ഇത് ഗുരുതരമായി ബാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കുട്ടിക്ക് സർക്കാർ വിഹിതമായി നൽകുന്നത് അത് പ്രൈമറി വിഭാഗത്തിലാണെങ്കിൽ അത് ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി വിഭാഗം തിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഒരു തുകയൊക്കെ തരംതിരിവ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് സാധാരണയായി നൽകുന്നത് 6 രൂപ 78 പൈസയും മറ്റൊരു കുട്ടിക്ക് കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നൽകുന്നത് 10 രൂപ 17 പൈസയുമാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാധന വിലക്കയറ്റത്തിൽ ഒരു കുട്ടിയുടെ അത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന തുക കണക്കിൽ അത് നൽകി വരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പല ഇടങ്ങളിലും ഇത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ ഉച്ചഭക്ഷണ മെനുവിൽ കറികൾ കാണും, അതായത് ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ, അതുപോലെ തന്നെ അവരുടെ പോഷകാഹാരങ്ങൾ എന്ന രീതിയിൽ പ്രോട്ടീൻ അടങ്ങുന്ന ഉൽപ്പന്നങ്ങൾ കൂടി അല്ലെങ്കിൽ വിഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ശൈലിയുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു ഉച്ചഭക്ഷണ മെനുവിലെ ഐറ്റങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മിക്ക സ്കൂളുകളിലും 1-2 കറികൾ മാത്രമാക്കി അതിനെ ചുരുക്കി ആ ഒരു ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇത് പലതവണ പറഞ്ഞിട്ട് പോലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ സംസ്ഥാന സർക്കാർ അതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ശക്തമാകുന്നത്. അത് മാത്രമല്ല, ഈ അധിക പോഷകാഹാരം എന്ന നിലയിൽ നൽകി വരുന്ന പാലും മുട്ടയും അത് നൽകാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോകുന്നു. അതാണ് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മുട്ടയ്ക്ക് വിപണി വില നമ്മൾ നോക്കുകയാണെങ്കിൽ 6 രൂപ മുതൽ 10 രൂപ വരെ ആയിക്കഴിഞ്ഞു. നിലവിൽ 6 രൂപ എന്ന നിരക്കിൽ ഒരു കുട്ടിക്ക് എന്ന നിരക്കിലാണ് സർക്കാർ വിഹിതം നൽകുന്നത്. പാലിന്റെ വിലയാണ് നോക്കുന്നതെങ്കിൽ പോലും പാലിന് വില കൂടിയിട്ടുണ്ട്. സർക്കാർ നൽകുന്നത് 50 രൂപ അല്ലെങ്കിൽ 52 രൂപയാണ്. പക്ഷേ വിപണിയിൽ നമ്മൾ പാല് വാങ്ങുകയാണെങ്കിൽ 60 രൂപയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ കുറഞ്ഞത് 60 രൂപയോ നൽകേണ്ടി വരുമെന്നുള്ളതാണ്. ഇതൊക്കെ മറികടക്കാൻ നമ്മുടെ ചില ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകളിലെങ്കിലും പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന അധ്യാപകരുണ്ട്. പല സ്കൂളുകളിലും വിഭവ സമൃദ്ധമാണ് കേട്ടോ. കുട്ടികളെ ചേർത്ത് പിടിക്കാൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അധ്യാപകരും സ്കൂളുകളിലുണ്ട്. ഏതായാലും ഈ ഉച്ചഭക്ഷണ പദ്ധതി ഒരിക്കലും നിലയ്ക്കാൻ പാടില്ല. കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പദ്ധതിയാണിത്. വീട്ടിൽ നിന്ന് ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പോലും രുചികരമായ ഭക്ഷണം സ്കൂളുകളിൽ കിട്ടുന്നുണ്ട്. ഏതായാലും MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.